പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് ഇലക്ട്രിക് എനർജി. ഇന്ന് വൈദ്യുതി ഉപയോഗമില്ലാത്ത നമ്മുടെ ജീവിതത്തെ സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. ഇലക്ട്രിസിറ്റി നമ്മുടെ ജീവിതത്തെ വളരെ മികച്ചതാക്കി മാറ്റിയെങ്കിലും വർദ്ധിച്ചു വരുന്ന ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതി സൗഹൃദമായ മറ്റു മലിനീകരണമില്ലാത്ത വളരെ വിശ്വസനീയമായ ഊർജ്ജ സ്രോതസ്സിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മാർഗമാണ് സോളാർ പാനൽസ്. സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ ലൈറ്റും ഫാനും മറ്റു എക്യുപ്മെൻറ്റ്സുകളും പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സോളാർ സിസ്റ്റം വയറിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. സോളാർ പാനലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ നമുക്ക് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം, സോളാർ സിസ്റ്റം വയറിങ്ങിലെ പ്രധാനപ്പെട്ട കമ്പോണൻസുകളായ ചാർജ് കൺട്രോളറിൻ്റെയും ബാറ്ററിയുടെയും ഫങ്ഷൻസ് എന്തെല്ലാമാണ്, സോളാർ സിസ്റ്റം വയറിങ്ങിലെ വിവിധ തരം ബാറ്ററികൾ ഏതെല്ലാം, അവയുടെ റേറ്റിംഗ് എന്ത്, സ്പെസിഫിക്കേഷൻ എന്ത്, ചാർജ് ചെയ്ത ബാറ്ററികളിൽ നിന്നും പാനലിലേക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജ് കറണ്ട് എങ്ങനെ നമുക്ക് തടയാം, ബാറ്ററിയുടെ ആംപിയർ അവേഴ്സും സി റേറ്റിങ്ങും എന്ത്, അവയുടെ പ്രാധാന്യം എന്ത് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വിശദമായി നോക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. സോളാർ ആൻഡ് LED സെക്ഷൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം മോഹൻ, വൊക്കേഷണൽ ടീച്ചർ, GVHS അരിമ്പ്ര. സോളാർ സിസ്റ്റം വയറിങ്ങിനെ കുറിച്ചും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അറേ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ചാർജ് കൺട്രോളറിലേക്കും ചാർജ് കൺട്രോളറിൽ നിന്നും ബാറ്ററിയിലേക്കുമുള്ള കണക്ഷൻസാണ് പറയുന്നത്. ഇതിലാദ്യം ചാർജ് കൺട്രോളർ. സോളാർ സിസ്റ്റം വയറിങ്ങിൽ പാനലിൽ നിന്നും ബാറ്ററിയിലേക്ക് വരുന്ന കറണ്ടിനെയും ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന കറണ്ടിനെയും കൺട്രോൾ ചെയ്ത് ബാറ്ററിയെ സംരക്ഷിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ചാർജ് കൺട്രോളർ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് that controls flow of charges from the battery and to the battery. The functions of charge controllers are: it prevents battery overcharge, it prevents discharge at night through the solar modules. പ്രധാനമായും രണ്ട് ഫങ്ഷൻസാണ് ചാർജ് കൺട്രോളറിനുള്ളത്. ഒന്ന്, ബാറ്ററി ഓവർചാർജ് ആവുന്നത് തടയുന്നു. രണ്ടാമതായി, രാത്രികാലങ്ങളിൽ ചാർജ് ചെയ്ത ബാറ്ററിയിൽ നിന്നും പാനലിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിസ്ചാർജ് കറണ്ടിനെ തടയുന്നു. ചാർജ് കൺട്രോളറുകൾ എത്ര തരമുണ്ട്, അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് തരത്തിലുള്ള ചാർജ് കൺട്രോളറുകളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. PWM ചാർജ് കൺട്രോളറും MPPT ചാർജ് കൺട്രോളറും. ടൈപ്പ് ഓഫ് ചാർജ് കൺട്രോളർ: PWM ചാർജ് കൺട്രോളർ, MPPT ചാർജ് കൺട്രോളർ. ഈ ഓരോ ചാർജ് കൺട്രോളറിൻ്റെ പ്രത്യേകതകളും അവിടെ വർക്കിങ്ങും നമുക്ക് നോക്കാം. ആദ്യം PWM ചാർജ് കൺട്രോളർ. PWM ചാർജ് കൺട്രോളർ ഓർ പൾസ് വിഡ്ത്ത് ചാർജ് കൺട്രോളറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഓൺലി യൂട്ടിലൈസസ് ദ പവർ ജനറേറ്റർ ഫ്രം ദ സോളാർ പാനൽസ് ആൻഡ് ക്യാൻ ചാർജ് ദ ബാറ്ററി. ഇറ്റ് ഈസ് ലെസ് എഫിഷ്യൻറ്റ് ആൻഡ് ലോ കോസ്റ്റ്. അതായത് PWM ചാർജ് കൺട്രോളറിൻ്റെ പ്രത്യേകത, പാനലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ അനുസരിച്ച് മാത്രമേ ബാറ്ററി ചാർജ് ചെയ്യുകയുള്ളൂ. ഇതിൻ്റെ എഫിഷ്യൻസി കുറവാണ്, പ്രൈസും കുറവാണ്. അടുത്തത് MPPT ചാർജ് കൺട്രോളറിനെ കുറിച്ച് നമുക്ക് നോക്കാം. MPPT ചാർജ് കൺട്രോളർ വളരെ എഫിഷ്യൻ്റായ ചാർജ് കൺട്രോളറാണ്. MPPT ചാർജ് കൺട്രോളർ, MPPT അഥവാ മാക്സിമം പവർ പോയിൻറ്റ് ട്രാക്കർ ചാർജ് കൺട്രോളർ. MPPT ചാർജ് കൺട്രോളറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. It extracts maximum power from the solar panels and charge the battery efficiently. It is high efficient and high cost. MPPT ചാർജ് കൺട്രോളറുകൾ വളരെ എഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ വിലയും കൂടുതലാണ്. ഈ ചാർജ് കൺട്രോളറുകൾ പാനലിന് മാക്സിമം പവർ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ പവർ ഉപയോഗിച്ചിട്ടാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. PWM ചാർജ് കൺട്രോളറും MPPT ചാർജ് കൺട്രോളറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. PWM ചാർജ് കൺട്രോളർ ജനറേറ്റ് ചെയ്യുന്ന പവർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യുന്നു. പക്ഷേ MPPT ചാർജ് കൺട്രോളർ
പാനലിനെ മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ഈ പവർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യുന്നു. അതുകൊണ്ടാണ് MPPT ചാർജ് കൺട്രോളർ എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത്. പാനലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഉപയോഗിച്ചാണ് എപ്പോഴും ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതെങ്കിലും പാനലുകൾ എല്ലായ്പ്പോഴും മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുന്നില്ല. MPPT ചാർജ് കൺട്രോളർ പാനലിനോട് കണക്ട് ചെയ്യുമ്പോൾ മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുന്നു. ഒരു MPPT ചാർജ് കൺട്രോളർ എങ്ങനെയാണ് മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വർക്കിംഗ് ഓഫ് PWM ആൻഡ് MPPT ചാർജ് കൺട്രോളർ. ഒരു MPPT ചാർജ് കൺട്രോളർ എങ്ങനെയാണ് മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്ത് എഫിഷ്യൻസി കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 100 വാട്ട് 12 വോൾട്ടുള്ള പാനൽ നമ്മൾ ഉദാഹരണമായി എടുക്കും. 12 വോൾട്ട് പാനലിൻ്റെ മാക്സിമം വോൾട്ടേജ് 17 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ അതിലുണ്ടാകുന്ന കറണ്ട് 100/17 100/17 5.8 ആംപിയർ ആയിരിക്കും. ഈ കറണ്ട് ഉപയോഗിച്ച് 12 വോൾട്ട് ബാറ്ററീനെ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവർ 76 വാട്ട് ആയിരിക്കും. അതായത് 12 ഗുണിക്കണം 5.8 76 വാട്ട് ആയിരിക്കും. ഇതാണ് ഒരു PWM ചാർജ് കൺട്രോളർ ബാറ്ററിയെ ചാർജ് ചെയ്യുന്ന രീതി. ഒരു MPPT ചാർജ് കൺട്രോളർ ഇതേ പാനലുമായി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. MPPT ചാർജ് കൺട്രോളർ പാനലുമായി കണക്ട് ചെയ്യുമ്പോൾ പാനലിനെ കൊണ്ട് മാക്സിമം പവർ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നു. മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ചാണ്. ഒരു MPPT ചാർജ് കൺട്രോളർ വർക്ക് ചെയ്യുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി അനുസരിച്ചാണ്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി അനുസരിച്ച് ഒരു സർക്യൂട്ടിൽ മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സോഴ്സ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അതായത് MPPT ചാർജ് കൺട്രോളർ സോളാർ പാനലുമായി കണക്ട് ചെയ്യുമ്പോൾ സോളാർ പാനൽസിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ബാറ്ററിയുടെ റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. MPPT ചാർജ് കൺട്രോളർ works on the principle of maximum power transfer theorem. This theorem states that in a circuit, maximum power will flow when an internal resistance of the source equal to the connected load resistance. The solar panels produce the maximum power when internal resistance of panel and load resistance become equal. ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബാറ്ററിയാണ്, ബാറ്ററിയുടെ റെസിസ്റ്റൻസ് ആണ്. മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇത് നോർമൽ കറണ്ടിനേക്കാൾ 30 മുതൽ 35% വരെ കൂടുതലായിരിക്കും. ഇനി നമുക്ക് 100 വാട്ടിൻ്റെ 12 വോൾട്ട് സോളാർ പാനൽ MPPT ചാർജ് കൺട്രോളറുമായി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. PWM ചാർജ് കൺട്രോളർ 100 വാട്ടിൻ്റെ 12 വോൾട്ട് പാനലിൽ കണക്ട് ചെയ്യുമ്പോൾ എഫിഷ്യൻസി നമുക്ക് കിട്ടിയത് 76%. MPPT ചാർജ് കൺട്രോളർ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. 100 വാട്ടിൻ്റെ 12 വോൾട്ട് പാനലിൻ്റെ മാക്സിമം വോൾട്ടേജ് വരുന്നത് 17 വോൾട്ടാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 5.8 ആംപിയർ ആണ്. MPPT ചാർജ് കൺട്രോളർ ആകുമ്പോൾ അതിൻ്റെ 35% കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന കറണ്ട് 8 ആംപിയർ ആണ്. 5.8 ഇൻറ്റു 1.35. MPPT ചാർജ് കൺട്രോളർ ഈ പാനലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 8 ആംപിയർ ആണ്. ഈ 8 ആംപിയർ ഉപയോഗിച്ച് 12 വോൾട്ടിൻ്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവർ 96 വാട്ടാണ്. 12 ഇൻറ്റു 8 96 വാട്ടാണ്. ഒരു MPPT ചാർജ് കൺട്രോളർ സോളാർ പാനലുമായി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫിഷ്യൻസി 96%. ഇങ്ങനെയാണ് MPPT ചാർജ് കൺട്രോളറിൻ്റെ എഫിഷ്യൻസി കൂടുന്നത്. ഇനി അടുത്തത് നമുക്ക് ഒരു MPPT ചാർജ് കൺട്രോളർ എങ്ങനെയാണ് മാക്സിമം കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മാക്സിമം കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ചാണ്. ഈ തിയറി അനുസരിച്ച് സോഴ്സിൻ്റെ അത് പാനലിൻ്റെ റെസിസ്റ്റൻസും ബാറ്ററിയുടെ റെസിസ്റ്റൻസും ഈക്വലാക്കി നിർത്തണം. ഇത് ഈക്വലാക്കി നിർത്താൻ വേണ്ടിയിട്ട് MPPT ചാർജ് കൺട്രോളറിൽ സോഫ്റ്റ്വെയറും
കൺട്രോൾ സർക്യൂട്ടുമുണ്ട്. ഈ സോഫ്റ്റ്വെയറിൻ്റെയും കൺട്രോൾ സർക്യൂട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് MPPT ചാർജ് കൺട്രോളർ മാക്സിമം കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. MPPT ചാർജ് കൺട്രോളർ പാനലുമായി കണക്ട് ചെയ്യുമ്പോൾ പാനലിലെ വോൾട്ടേജും കറണ്ടും തുടർച്ചയായി മോണിറ്റർ ചെയ്യുകയും ഏത് ലോഡ് കണക്ട് ചെയ്താലും ചാർജ് കൺട്രോളറിലെ കൺട്രോൾ സർക്യൂട്ട് ലോഡ് റെസിസ്റ്റൻസിനെയും പാനലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെയും എപ്പോഴും ഈക്വലാക്കി നിർത്തുന്നു. ലോഡ് റെസിസ്റ്റൻസും സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും, അതായത് പാനലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ഈക്വൽ ആകുമ്പോൾ മാക്സിമം പവർ ജനറേറ്റ് ചെയ്യും. മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. ഇങ്ങനെയാണ് ഒരു MPPT ചാർജ് കൺട്രോളർ വർക്ക് ചെയ്യുന്നതും മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുന്നതും എഫിഷ്യൻസി കൂടുന്നതും. MPPT charge controller monitor voltage and current of panel continuously and maintain load resistance equal to the internal resistance of panel using control circuit and software. അടുത്തത് ചാർജ് കൺട്രോളറുകളുടെ റേറ്റിംഗ് ആണ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ചാർജ് കൺട്രോളറുകളുടെ റേറ്റിംഗ് ആണ് പറയുന്നത്. റേറ്റിംഗ് ഓഫ് ചാർജ് കൺട്രോളർ. ചാർജ് കൺട്രോളറുകൾ സെലക്ട് ചെയ്യുന്ന പാനലിലുണ്ടാകുന്ന വോൾട്ടേജും കറണ്ടും നോക്കിയാണ് charge controller is selected based on panel current and system voltage. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ചാർജ് കൺട്രോളറുകൾ 12 വോൾട്ടിൻ്റെ ചാർജ് കൺട്രോളറുകളുണ്ട്. ഇതിൻ്റെ ആംബിയർ റേറ്റിംഗ് 1 ആംബിയർ ടു 60 ആംബിയർ. 24 വോൾട്ടിൻ്റെ ചാർജ് കൺട്രോളറുകൾ അവൈലബിൾ ആണ്, 1 ആംബിയർ ടു 60 ആംബിയർ. 48 വാട്ട് വിത്ത് കറണ്ട് റേറ്റിംഗ് 1 ആംബിയർ ടു 60 ആംബിയർ അവൈലബിൾ ആണ്. ഇത്രയുമാണ് ചാർജ് കൺട്രോളറിനെ കുറിച്ചിട്ടും വിവിധ ചാർജ് കൺട്രോളറിനെ കുറിച്ചിട്ടും ചാർജ് കൺട്രോളറിൻ്റെ റേറ്റിങ്ങിനെ കുറിച്ചും പറയുന്നത്. MPPT ചാർജ് കൺട്രോളർ എന്താണ്, PWM ചാർജ് കൺട്രോളർ എന്താണെന്ന് നമ്മൾ വിശദമായി നോക്കി. MPPTയും PWM ചാർജ് കൺട്രോളറുടെ വർക്കിങ്ങും അവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തത് ബാറ്ററിയാണ്. സോളാർ സിസ്റ്റം വയറിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റാണ് ബാറ്ററി. ബാറ്ററിയെക്കുറിച്ച് നമുക്ക് നോക്കാം. സോളാർ പാനലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യുന്നതിനും നമുക്ക് ആവശ്യം വരുമ്പോൾ എക്യുപ്മെൻറ്റ്സിലേക്കും മറ്റ് അപ്ലയൻസിലേക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബാറ്ററി. ദ ഡിവൈസ് യൂസ് ടു സ്റ്റോർ ഇലക്ട്രിക് എനർജി ആൻഡ് ദ സ്റ്റോർഡ് എനർജി ക്യാൻ ബി സപ്ലൈഡ് ടു അപ്ലയൻസസ് വെനെവർ റിക്വയർഡ് ഈസ് നോൺ ആസ് ദ ബാറ്ററി. വെൻ ബാറ്ററി ചാർജസ് ദ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് വെൻ ഇറ്റ് ഡിസ്ചാർജസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക് എനർജി. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായി മാറുകയും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കെമിക്കൽ എനർജീനെ വീണ്ടും ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അടുത്തത് ടൈപ്സ് ഓഫ് ബാറ്ററികൾ. ബാറ്ററികൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തേത് നോൺ റീചാർജബിൾ ബാറ്ററീസും റീചാർജബിൾ ബാറ്ററീസും. ഇവ ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം നോൺ റീചാർജബിൾ ബാറ്ററീസ്. നോൺ റീചാർജബിൾ ബാറ്ററീസ് ഓർ പ്രൈമറി ബാറ്ററീസ്. നോൺ റീചാർജബിൾ ബാറ്ററീസിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് പ്രൈമറി ബാറ്ററീസ്. ഇറ്റ് ഈസ് സിംഗിൾ ടൈം യൂസ് ബാറ്ററീസ്. വൺസ് ഡിസ്ചാർജ് ഇറ്റ് കനോട്ട് ബി ചാർജ്ഡ് അഗെയിൻ. ദ കെമിക്കൽ റിയാക്ഷൻ ഈസ് നോട്ട് റിവേഴ്സിബിൾ. നോൺ റീചാർജബിൾ ബാറ്ററിയുടെ പ്രത്യേകതകൾ ഇതിനെ വീണ്ടും വീണ്ടും ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു തവണ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അടുത്തത് റീചാർജബിൾ ബാറ്ററി. റീചാർജബിൾ ബാറ്ററീസിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ടൈം യൂസ് ബാറ്ററീസ്. വൺസ് ഡിസ്ചാർജ് ഇറ്റ് ക്യാൻ ബി ചാർജ്ഡ് അഗൈൻ. ദ കെമിക്കൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. ഇൻ ചാർജിങ് electrical energy is converted into chemical energy. During discharging, chemical energy is converted into electrical energy. Rechargeable battery ki example ആണ് lead acid batteries, nickel cadmium batteries, lithium ion batteries. വീണ്ടും വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ബാറ്ററികളെയാണ് നമ്മൾ റീചാർജബിൾ ബാറ്ററി എന്ന് പറയുന്നത്. ഇത് ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ 2 പ്രോസസ്സുണ്ട്. ഒന്ന് ചാർജിങ് ആവുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അടുത്തത് ഡിസ്ചാർജിങ് ആകുമ്പോൾ ഡിസ്ചാർജിങ് പ്രോസസ്സിൽ
കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ലിഥിയം അയോൺസ് നിക്കൽ കാഡ്മിയം സെല്ലുകളൊക്കെ റീചാർജബിൾ ബാറ്ററികൾക്ക് ഉദാഹരണമാണ്. അടുത്തത്, ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന റീചാർജബിൾ ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററികൾ. ലിഥിയം അയോൺ ബാറ്ററികളുടെ പ്രത്യേകതകൾ എന്ത്, വർക്കിംഗ് എന്ത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ത്, ഇവയെല്ലാം പറയാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ലിഥിയം അയോൺ ബാറ്ററീസ്: ലോങ് ലൈഫ്, ഹൈ എനർജി ഡെൻസിറ്റി, ലൈറ്റ് വെയ്റ്റ്, ഹൈ എഫിഷ്യൻറ്റ്. ഇവയൊക്കെയാണ് ലിഥിയം അയൺ ബാറ്ററിയുടെ പ്രധാനപ്പെട്ടുള്ള മേന്മകൾ. ലിഥിയം അയൺ ബാറ്ററി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വർക്കിംഗ് ഓഫ് ലിഥിയം അയൺ ബാറ്ററി. ഒരു ബാറ്ററിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റാണ്. ലിഥിയം അയൺ ബാറ്ററിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റാണ്. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡും നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഗ്രാഫൈറ്റുമാണ് ഉപയോഗിക്കുന്നത്. ലിഥിയം സാൾട്ട് വിത്ത് ഓർഗാനിക് സോൾവൻ്റാണ് ഇവിടെ ഇലക്ട്രോലൈറ്റായിട്ട് വരുന്നത്. ലിഥിയം അയൺ ബാറ്ററി കൺസിസ്റ്റ്സ് ഓഫ് പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് വിത്ത് എ സെപ്പറേറ്റർ. Positive electrode is a lithium cobalt oxide, negative electrode is a graphite, electrolyte is a salt with organic solvent. ഇത്രയുമാണ് ലിഥിയം അയൺ ബാറ്ററിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ, ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ ലിഥിയം അയോൺ ഉണ്ടാവുകയും ഈ അയോൺസ് ഇലക്ട്രോലൈറ്റ് വഴി നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പ്രവേശിക്കുന്നു. During charging, lithium ions flows from positive electrode to negative electrode through the electrolyte and deposit lithium on the negative terminal. ലിഥിയം അയോൺ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് ലിഥിയം അയോൺ ഉണ്ടാവുകയും ഈ അയോൺസ് ഇലക്ട്രോലൈറ്റ് വഴി നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പ്രവേശിക്കുന്നു. ലിഥിയം അയോൺ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡിലെ ലിഥിയം സ്പ്ലിറ്റ് ചെയ്ത് ലിഥിയം അയോൺസും ഇലക്ട്രോണുകളായിട്ട് മാറുന്നു. ഈ ലിഥിയം അയോൺ ഇലക്ട്രോലൈറ്റ് വഴി പോസിറ്റീവ് ഇലക്ട്രോഡിൽ പ്രവേശിക്കുകയും ഇലക്ട്രോണുകൾ പുറത്തെ സർക്യൂട്ട് വഴി നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നു. ഡ്യൂറിങ് ഡിസ്ചാർജിങ്, lithium ions flows from negative electrode to positive electrode through the electrolyte and electrons flow from negative terminal to positive terminal through the external circuit. ഇത്രയുമാണ് ലിഥിയം അയൺ ബാറ്ററിയും അതിൻ്റെ പ്രത്യേകതകളും വർക്കിങ്ങും പറയാനുള്ളത്. അടുത്തത് ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻസ്. അതായത് ഒരു ബാറ്ററി വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സ്പെസിഫിക്കേഷൻ ഓഫ് ബാറ്ററീസ്. ബാറ്ററി ടെർമിനൽ വോൾട്ടേജസ്, ബാറ്ററി സ്റ്റോറേജ് കപ്പാസിറ്റി, സി റേറ്റിംഗ്, ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്, ലൈഫ് സൈക്കിൾ, സെൽഫ് ഡിസ്ചാർജ് ആൻഡ് എഫിഷ്യൻസി. ഇതെല്ലാമാണ് ഒരു ബാറ്ററി വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇവ ഓരോന്നും വിശദമായിട്ട് നോക്കാം. ആദ്യം ബാറ്ററിയുടെ ടെർമിനൽ വോൾട്ടേജ്. ബാറ്ററിയുടെ ടെർമിനൽസിന് എക്രോസ് ആയിട്ടുണ്ടാകുന്ന ടെർമിനൽസ്, പോസിറ്റീവ് ടെർമിനൽസ് ഉണ്ട്, നെഗറ്റീവ് ടെർമിനൽസ് ഉണ്ട്. ഈ ടെർമിനലുകൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന വോൾട്ടേജാണ് ബാറ്ററി ടെർമിനൽ വോൾട്ടേജ്. ഇറ്റ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ടു ടെർമിനൽസ്. ടെർമിനൽ വോൾട്ടേജ് ഈസ് മാക്സിമം വെൻ ഇറ്റ് ഈസ് ഫുള്ളി ചാർജ്ഡ്. ടെർമിനൽ വോൾട്ടേജസ് 3 തരത്തിലുണ്ട്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, പിന്നെ കട്ട് ഓഫ് വോൾട്ടേജ്. ഡിഫറെൻറ്റ് ടെർമിനൽ വോൾട്ടേജസ് ആർ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കട്ട് ഓഫ് വോൾട്ടേജ്. ഇനി നമുക്കിവ ഓരോന്നും എന്തെല്ലാം എന്ന് നോക്കാം. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഇറ്റ് ഈസ് ദ മാക്സിമം വോൾട്ടേജ് അറ്റ് ദ ടെർമിനൽസ് ഓഫ് ബാറ്ററി when circuit is open. സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെർമിനൽസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അടുത്തത് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. ഇറ്റ് ഈസ് എ വോൾട്ടേജ് അറ്റ് ദ ടെർമിനൽസ് ഓഫ് ബാറ്ററി ഓൺ വിച്ച് ലോഡ് ക്യാൻ ഓപ്പറേറ്റ്. ഇതും ടെർമിനൽസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ്. എപ്പോൾ?
ലോഡ് വർക്ക് ചെയ്യുമ്പോൾ ലോഡ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന വോൾട്ടേജാണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജസ്. അടുത്തത് സർക്യൂട്ടിൽ വരുന്ന ചാർജ് കൺട്രോളർ ലോഡിനെ ഡിസ്കണക്ട് ചെയ്യുന്ന വോൾട്ടേജാണ് കട്ട് ഓഫ് വോൾട്ടേജ്. ഇറ്റ് ഈസ് എ വോൾട്ടേജ് അറ്റ് വിച്ച് ദ ചാർജ് കൺട്രോളർ ഡിസ്കണക്ട് ദ ലോഡ് ഫ്രം ദ ബാറ്ററി. അടുത്തത് ബാറ്ററിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. ഒരു ബാറ്ററി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. നിങ്ങൾ ബാറ്ററി വാങ്ങിക്കുമ്പോൾ വളരെ പരിചിതമായ ഒരു വാക്കാണ് ആംപിയർ അവേഴ്സ്. സ്റ്റോറേജ് കപ്പാസിറ്റി പറയുന്നത് ആംപിയർ അവേഴ്സിലാണ്. ഈ സ്റ്റോറേജ് കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ബാറ്ററി സ്റ്റോറേജ് കപ്പാസിറ്റി. നമുക്കറിയാം ഒരു ബാറ്ററി എന്തിനാണ് ഉപയോഗിക്കുന്നത്. ബാറ്ററി എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എനർജി സ്റ്റോർ ചെയ്യുന്നത് ചാർജ് ആയിട്ടാണ് ബാറ്ററികളിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ചാർജ് സ്റ്റോർ ചെയ്തു എന്ന് പറയുന്നതാണ് അതിൻ്റെ കപ്പാസിറ്റി. ഈ കപ്പാസിറ്റി പറയുന്നത് ആംപിയർ അവേഴ്സിലാണ്. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു സ്റ്റോർ ചാർജസ് ഇൻ ദ ബാറ്ററി. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ആംപിയർ അവേഴ്സ്. ഒരു ആംപിയർ അവർ എന്ന് പറയുന്നത് ഒരു ആംപിയർ കറണ്ട് 1 മണിക്കൂർ ഫ്ലോ ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന ചാർജാണ്. 1 ആംപിയർ അവർ ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഡെലിവേർഡ് വെൻ എ കോൺസ്റ്റൻറ്റ് കറണ്ട് ഓഫ് 1 ആംപിയർ ഈസ് യൂസ്ഡ് ഫോർ 1 അവർ. അപ്പോൾ 100 ആംപിയർ അവർ എന്ന് പറയുന്നത് 100 ആംപിയർ 1 മണിക്കൂർ ഫ്ലോ ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന ചാർജാണ്. 100 ആംപിയർ അവർ എന്ന് പറയുന്നത് 100 ആംപിയർ കറണ്ട് 1 മണിക്കൂർ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജിനെയും പറയാം. അല്ലെങ്കിൽ 50 ആംപിയർ 2 മണിക്കൂർ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജിനെയും 100 ആംപിയർ ഹവർ എന്ന് പറയാം. അതുമല്ലെങ്കിൽ 10 ആംപിയർ കറണ്ട് 10 മണിക്കൂർ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജിനെയും നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ബാറ്ററിയുടെ ആംപിയർ അവർ. 100 ആംപിയർ അവർ ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഡെലിവേർഡ് വെൻ എ കോൺസ്റ്റൻറ്റ് കറണ്ട് ഓഫ് 100 ആംപിയേഴ്സ് ഫോർ 1 അവർ. If it is 2 hours, 50 amperes. If it is 4 hours, 25 amperes. If it is 10 hours, 10 amperes. അടുത്തത് സി റേറ്റിംഗ്. ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി ആംപിയർ അവേഴ്സിലാണ് പറയുന്നത്. 10 ആംപിയർ അവർ എന്ന് പറയുമ്പോൾ ഒരു ബാറ്ററി 10 ആംപിയർ വെച്ച് 1 മണിക്കൂർ ഡിസ്ചാർജ് നടത്താം. അല്ലെങ്കിൽ 5 ആംപിയർ വെച്ച് 2 മണിക്കൂർ ഡിസ്ചാർജ് നടത്താം. അതുമല്ലെങ്കിൽ 2.5 ആംപിയർ വെച്ചിട്ട് 4 മണിക്കൂർ ഡിസ്ചാർജ് നടത്താം. ഇങ്ങനെ വ്യത്യസ്തമായ അളവിൽ ബാറ്ററി ഡിസ്ചാർജ് നടത്തുമ്പോൾ അത് ബാറ്ററി കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതില്ലാതാക്കാൻ വേണ്ടി ബാറ്ററി മാനുഫാക്ചേഴ്സ് മാക്സിമം ഡിസ്ചാർജ് കറണ്ട് എത്രയാണെന്ന് പറയുന്നതാണ് അതിൻ്റെ സി റേറ്റിംഗ്. സി റേറ്റിംഗ് ഈസ് ദ ചാർജിങ് ഓർ ഡിസ്ചാർജിങ് റേറ്റ് ഓഫ് ബാറ്ററി. It is measurement of current in which battery is charged and discharged at. It specifies how many hours a given battery should be charged or discharged. If the battery is fully charged in 5 hours, it is C5. ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നത് 5 മണിക്കൂറിലാണെങ്കിൽ അതിൻ്റെ സി റേറ്റിംഗ് C5 ആയിരിക്കും. ഇഫ് ബാറ്ററി is fully charged in 10 hours, C10. അടുത്തത് ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് അഥവാ DOD. DOD പറയുന്നത് നമ്മൾ പേഴ്സൻറ്റേജിലാണ്. ഒരു ബാറ്ററിയുടെ സ്റ്റോർ ചെയ്ത എനർജി എത്ര ശതമാനം വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്നതാണ് ആ ബാറ്ററിയുടെ DOD അഥവാ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്. ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ചാർജ് ദറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റണ്ണിങ് ദ ലോഡ് ഈസ് DOD. 50% ആണ് DOD എന്ന് പറഞ്ഞാൽ 50% DOD means 50% of stored energy that can be used. 70% DOD എന്ന് പറയുന്നത് ആ ബാറ്ററി സ്റ്റോർ ചെയ്ത എനർജിയുടെ 70% വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. 70% of DOD means 70% of stored energy can be used. വളരെ കൂടിയ DOD റേറ്റുകളുള്ള ബാറ്ററികളാണ് സോളാർ PV ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് ലൈഫ് സൈക്കിൾ. ബാറ്ററി ഒരു തവണ ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതുമാണ് ബാറ്ററിയുടെ ഒരു ലൈഫ് സൈക്കിൾ. വൺ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓപ്പറേഷൻ ഓഫ് ബാറ്ററി ഈസ് എ വൺ സൈക്കിൾ ഓഫ് ബാറ്ററി. അടുത്തത് സെൽഫ് ഡിസ്ചാർജ് ഓർ ഷെൽഫ് ലൈഫ്.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാറ്ററിയുടെ സെൽഫ് ഡിസ്ചാർജിനെ പറ്റിയാണ്. സെൽഫ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ്. ബാറ്ററികൾ കുറേ കാലം ഉപയോഗിക്കാതെ വയ്ക്കുമ്പോൾ അവ തനിയെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ ഡിസ്ചാർജ് ചെയ്യുന്ന റേറ്റിനെയാണ് സെൽഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നല്ല ബാറ്ററികളാണെങ്കിൽ ഈ സെൽഫ് ഡിസ്ചാർജിങ് റേറ്റ് വളരെ കുറവായിരിക്കും. ഇറ്റ് ഈസ് എ ചാർജ് കൺസ്യൂംഡ് വെൻ ദ ബാറ്ററി ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ലോങ് ടൈം. ഇറ്റ് ഷുഡ് ബി ആസ് ലോ ആസ് പോസിബിൾ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികളുടെയൊക്കെ സെൽഫ് ഡിസ്ചാർജ് വളരെ കുറവാണ്. അടുത്തത് ബാറ്ററി എഫിഷ്യൻസി. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഡിസ്ചാർജ്ഡ് എനർജി ടു ദി ചാർജിങ് എനർജി. ഇത്രയുമാണ് ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻസ്. നമ്മൾ ബാറ്ററി വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ബാറ്ററിയുടെ കണക്ഷൻസ് ആണ്. ബാറ്ററികൾ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ബാറ്ററികൾ രണ്ട് രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഒന്ന് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷൻസും. ബാറ്ററീസ് ആർ കണക്റ്റഡ് ഇൻ ടു വേസ്. ഫസ്റ്റ് വൺ ഈസ് സീരീസ് കണക്ഷൻ ആൻഡ് അതർ വൺ ഈസ് പാരലൽ കണക്ഷൻസ്. സീരീസ് ആയിട്ടും പാരലായിട്ടും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററികളിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ബാറ്ററി കപ്പാസിറ്റിയുടെയും വ്യത്യാസങ്ങൾ എന്ത്. ആദ്യം നമുക്ക് ബാറ്ററികൾ എങ്ങനെ സീരീസ് ആയി കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇൻ സീരീസ് കണക്ഷൻ ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് വൺ ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് അനദർ. ബാറ്ററികൾക്ക് രണ്ട് ഇലക്ട്രോഡുകളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. ഈ ബാറ്ററികൾ നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ടെർമിനൽ എടുത്തിട്ട് ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എടുത്തിട്ട് അടുത്ത ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നു. ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുകൾ മറ്റൊരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് സീരീസ് കണക്ഷൻ. ബാറ്ററികൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനും വോൾട്ടേജിനും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ സീരീസ് കണക്ഷൻ വോൾട്ടേജ് ഓഫ് ഈച്ച് ബാറ്ററി ഗെറ്റ്സ് ആഡഡ്. ബാറ്ററികൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വോൾട്ടേജ് ഓരോ ബാറ്ററികളുടെയും വോൾട്ടേജ് കൂട്ടുന്നതായിരിക്കും. 3 ബാറ്ററികൾ അതിൻ്റെ വോൾട്ടേജ് V1, V2, V3 ആണെങ്കിൽ ഇവ മൂന്നും സീരീസായി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വോൾട്ടേജ് V എന്ന് പറയുന്നത് V1 + V2 + V3 ആയിരിക്കും. ബാറ്ററികൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വോൾട്ടേജ് ഓരോ ബാറ്ററികളുടെയും വോൾട്ടേജ് കൂട്ടുന്നതായിരിക്കും. ഇൻ സീരീസ് കണക്ഷൻ ദ സെയിം കറണ്ട് ഫ്ലോ ഇൻ ഓൾ ബാറ്ററീസ്. ബാറ്ററികൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ എല്ലാ ബാറ്ററികളിലും ഉണ്ടാകുന്ന കറണ്ട് ഒരുപോലെയായിരിക്കും. അതായത് ബാറ്ററികൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ ഒരേ കറണ്ട് തന്നെയായിരിക്കും എല്ലാ ബാറ്ററികളോടും ഫ്ലോ ചെയ്യുന്നത്. കറണ്ടിന് വ്യത്യാസം വരുന്നില്ല. ഇൻ സീരീസ് കണക്ഷൻ ദ ചാർജ് കപ്പാസിറ്റി ഓഫ് സീരീസ് കണക്റ്റഡ് ബാറ്ററി ഈസ് ദ സെയിം ആസ് ദ ചാർജ് കപ്പാസിറ്റി ഓഫ് എ സിംഗിൾ ബാറ്ററി. ബാറ്ററികൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജ് കപ്പാസിറ്റി എല്ലാ ബാറ്ററികളിലും ഒരുപോലെയായിരിക്കും. ചാർജ് കപ്പാസിറ്റി സീരീസ് കണക്ഷനിൽ മാറ്റം വരുന്നില്ല. മാറ്റം വരാത്തതിൻ്റെ കാരണം കറണ്ട് ഇവിടെ മാറാത്തത് കൊണ്ടാണ്. ചാർജ് കപ്പാസിറ്റി കറണ്ടിനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത് പാരലൽ കണക്ഷൻസ്. ബാറ്ററികൾ എങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. പാരലൽ കണക്ഷനിൽ ഒരേ ടെർമിനലുകൾ എല്ലാം ഒന്നിച്ച് ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുന്നു. അതായത് ബാറ്ററിയുള്ള പോസിറ്റീവ് ടെർമിനലുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലുകൾ ഒന്നിച്ച് കണക്ട് ചെയ്യുന്നു. ഇൻ പാരലൽ കണക്ഷൻ ദ സെയിം ടൈപ്പ് ഓഫ് ടെർമിനൽസ് ആർ കണക്റ്റഡ് ടുഗദർ അറ്റ് വൺ പോയിന്റ്. The positive terminals of all batteries are connected together as a one and all negative terminals are connected together as another one. അടുത്തത് പാരലലായിട്ട് ബാറ്ററികൾ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനും വോൾട്ടേജിനും കപ്പാസിറ്റിക്കും ഉണ്ടാകുന്ന വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ പാരലൽ കണക്ഷൻസ് കറണ്ട് ഓഫ് ഈച്ച് ബാറ്ററി ഗെറ്റ്സ് ആഡഡ്. ബാറ്ററികൾ പാരലായി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആകെ കറണ്ട് ഓരോ ബാറ്ററികളിലും കറണ്ട് കൂട്ടുന്നതായിരിക്കും. പാരലൽ കണക്ഷൻസ് വോൾട്ടേജ് റിമെയിൻസ് ദ സെയിം. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് വ്യത്യാസം ഉണ്ടാകുന്നില്ല. പാരലൽ കണക്ഷൻസ് ദ ചാർജ് കപ്പാസിറ്റി ഓഫ് ഈച്ച് ബാറ്ററി ഗെറ്റ്സ് ആഡഡ്. പാരലൽ കണക്ഷൻസിൽ കറണ്ട് വ്യത്യാസപ്പെടുന്നതിനാൽ ചാർജ് കപ്പാസിറ്റി വ്യത്യാസപ്പെടുന്നു. പാരലൽ കണക്റ്റഡ് ബാറ്ററികളുടെ ചാർജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓരോ ബാറ്ററികളുടെ ചാർജ് കപ്പാസിറ്റി കൂട്ടുന്നതായിരിക്കും. വിവിധ തരം ബാറ്ററികളെക്കുറിച്ചും ബാറ്ററികൾ വിവിധ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ നോക്കിയിരിക്കുന്നത്. ബാറ്ററികൾ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. പാരലൽ കണക്ഷൻസും സീരീസായി കണക്ട് ചെയ്യുമ്പോഴും പാരലൽ കണക്ട് ചെയ്യുന്നുണ്ടാകുന്ന കറണ്ടിനും വോൾട്ടേജും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഈ ബാറ്ററികൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രിക്കോഷൻസ് വൈൽ ഹാൻഡിലിംഗ് ബാറ്ററീസ്.
ബാറ്ററികൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിൻറ്റ്സുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഓൾവേസ് കീപ് ചാർജ്ഡ് ബാറ്ററീസ് ഇൻ എ കൂൾ പ്ലേസ്. ചാർജ് ചെയ്ത ബാറ്ററികൾ ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിൽ വയ്ക്കുക. കീപ് സേഫ്റ്റി ഇൻസ്ട്രുമെൻറ്റ് ക്ലോസ് ടു ദ ബാറ്ററീസ്. ബാറ്ററികൾ കൈകാര്യം ചെയ്യാനുള്ള സേഫ്റ്റി ഇൻസ്ട്രുമെൻറ്റ് ബാറ്ററികളുടെ ഒപ്പം തന്നെ വയ്ക്കണം. ബാറ്ററികൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ സേഫ്റ്റി ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുമാണ്. സേഫ്റ്റി ഇൻസ്ട്രുമെൻറ്റിൽ പ്രധാനപ്പെട്ട ഗ്ലൗസ്, ഗൂഗിൾ പോലുള്ള സേഫ്റ്റി ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുമാണ്. മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് ദ റെക്കോർഡ് ഓഫ് വാട്ടറിങ് ആൻഡ് മെയിൻ്റനൻസ്. ബാറ്ററികൾ ഫ്രീക്വൻ്റായി പീരിയോഡിക്കലായിട്ട് മെയിൻ്റനൻസ് നടത്തുകയും അതിൻ്റെ റെക്കോർഡുകൾ വയ്ക്കേണ്ടതുമാണ്. വെൻറ്റ് ദ ബാറ്ററി ഇൻ ദ ഓപ്പൺ സ്പേസ്. ട്രൈ ടു മിനിമൈസ് നമ്പർ ഓഫ് പാരലൽ കണക്ഷൻസ്. കഴിയുന്നതും പാരലൽ കണക്ഷൻസ് കുറയ്ക്കുക. ക്ലീൻ ദ ഔട്ട്സൈഡ് കോണ്ടാക്ട്സ് ടു അവോയ്ഡ് ദ കൊറോഷൻസ്. കൊറോഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബാറ്ററിയുടെ കോണ്ടാക്റ്റുകൾ ക്ലീൻ ചെയ്ത് വെക്കുക. യൂസ് ഡിഫറെൻറ്റ് കളർ വയേഴ്സ് ഫോർ ഡിഫറെൻറ്റ് ടെർമിനൽസ്. ഓരോ ടെർമിനൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്തമായ കളറുകളുള്ള വയറുകൾ ഉപയോഗിക്കുക. വൈൽ വർക്കിംഗ് അവോയ്ഡ് വെയറിംഗ് ഓർണമെൻറ്റ്സ് ആൻഡ് വാച്ചസ് ഓർ എനി അതർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്. ബാറ്ററികളുമായി വർക്ക് ചെയ്യുമ്പോൾ കഴിയുന്നതും കണ്ടക്റ്റീവ് മെറ്റീരിയലുകളായിട്ടുള്ള വാച്ചും മറ്റു ആഭരണങ്ങളും ധരിക്കാതിരിക്കുക. ഇത്രയുമാണ് നമ്മൾ ബാറ്ററി കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോളാർ സിസ്റ്റം വയറിങ്ങിനെ കുറിച്ചും അതിലെ കമ്പോണൻസുകളെ പറ്റിയും ഈ കമ്പോണൻസുകൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞു. സോളാർ പാനലുകൾ അറേ ജംഗ്ഷൻ ബോക്സുമായി കണക്ട് ചെയ്യുന്നതും അറേ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ചാർജ് കൺട്രോളറിലേക്കും ചാർജ് കൺട്രോളറിൽ നിന്ന് ബാറ്ററിയിലേക്കും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വിശദമാക്കി നോക്കിക്കഴിഞ്ഞു. സോളാർ സിസ്റ്റം വയറിങ്ങിനെ കുറിച്ചും അതിൻ്റെ കമ്പോണൻസുകളെ പറ്റിയും ഈ കമ്പോണൻസുകൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.